പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. സത്യം നമുക്ക് മറച്ചു വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഇരുളിന്റെ മറ നീക്കി സത്യം പുറത്തുവരും. ആലപ്പുഴയിലെ തിരോധാന കേസുകളിൽ അങ്ങനെ സത്യം പുറത്തുവരുന്ന മണിക്കൂറുകളാണ്. ന്യൂസ് 18 അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വിശദമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിൽ കാണാതായ ബിന്ദു പത്മനാഭനെ കൊന്നതാണെന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആ നിർണായക വെളിപ്പെടുത്തൽ ന്യൂസ് 18 ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ദല്ലാളിന്റെ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലാണ്. ഈ കേസിൽ വളരെ നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ന്യൂസ് 18-ലൂടെ. അത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഒപ്പം തന്നെ സുഹൃത്തും ചേർന്ന് കൊന്നതാണെന്ന ഇവരുടെ തന്നെ സുഹൃത്തായ ഒരു ദല്ലാളിന്റെ വെളിപ്പെടുത്തലാണ്. അതിന്റെ ശബ്ദരേഖ, ഒരു ടെലിഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. കടക്കരപ്പള്ളി സ്വദേശിയോടാണ് ദല്ലാളായ സോഡാ പൊന്നപ്പൻ എന്നറിയപ്പെടുന്ന ആൾ ഈ കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. അത് ഏതാണ്ട് 4 വർഷം മുൻപ് നടന്ന ഒരു ടെലിഫോൺ സംഭാഷണമാണ്. ആ ശബ്ദരേഖ ഇന്ന് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നു. ന്യൂസ് 18-ലൂടെ അത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ന്യൂസ് 18 പുറത്തുവിട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിർണായക അന്വേഷണങ്ങൾ നടക്കുകയാണ്. ആദ്യം ആ 4 വർഷം മുമ്പുള്ള ശബ്ദരേഖ ഒന്ന് കേൾക്കാം. എന്റെ ഒരു ചുക്കുമില്ലായിരുന്നു. ഈ പ്രായങ്ങളിലും ഒന്നുമില്ലായിരുന്നു. ഒരു 5 വയസ്സായൊന്നും ഇല്ല എന്നുള്ളവരെ എനിക്കറിയായിരുന്നു. പാടങ്ങൾ നടക്കില്ലായിരുന്നു. ആ സെബാസ്റ്റ്യൻ ഇവനും കൂടിയാണ് വെച്ചത്. എന്നെ വിളിച്ചോണ്ട് ഞാൻ അവിടെ പോയി. പിറ്റേ ദിവസം രാവിലെ പ്രായങ്ങൾ വീട്ടിൽ വന്നു. കൊല്ലം പോയിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും പറയും, എന്നെ പറ്റി ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞതാണ്. നിങ്ങൾ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും പറ്റി ആ പെണ്ണിനെയും കൊണ്ട് കൊന്നു. ഇത് എനിക്കറിയാവുന്ന ഇത് ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് അവളൊന്നും ജീവിച്ചിരിപ്പില്ല, അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടിച്ചിട്ട് ബാത്റൂമിലിട്ട് അടച്ചു ഉണ്ടായില്ല. പിന്നെ നമ്മളതിനകത്ത് അങ്ങനെ തല്ലി പോയി. അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയുക ഇങ്ങനെ ഈ മാടക്കെ അപ്പറയാണെന്ന് പറയണ. വീടെന്ന് പറയാൻ ഭയങ്കര വലിയ വീടായിരുന്നു. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് എങ്ങനെയാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇരുവരും സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. സോഡാ പൊന്നപ്പൻ എന്ന ദല്ലാൾ കടക്കരപ്പള്ളി സ്വദേശിനിയായ ശശികലയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ശശികലയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ സോഡാ പൊന്നപ്പനോട് ശശികലയും പറയുന്ന ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. 4 വർഷം മുൻപുള്ള ശബ്ദ സംഭാഷണം ന്യൂസ് 18-ലൂടെയാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈ കടക്കരപ്പള്ളി സ്വദേശിനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. അപ്പോൾ നമ്മൾ ഇനി അറിയാൻ പോകുന്നത് കടക്കരപ്പള്ളി സ്വദേശിനിയായ ശശികലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയാം, അവർ എന്തൊക്കെ പുറത്തു പറയും എന്ന കാര്യമാണ്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ഈ ശശികലയെ നേരിട്ട് കണ്ടു. അവർ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ കാര്യങ്ങൾ ന്യൂസ് 18 മുന്നിൽ പറയുകയാണ്. ആ നിർണായക വെളിപ്പെടുത്തൽ കൂടി കാണാം. ബിന്ദു പത്മനാഭന എന്ത് സംഭവിച്ചു? അത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലെ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള ഒരു ഇത് വന്ന ബിന്ദു പത്മനാഭൻ്റെ കേസ് കെട്ടില് അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ. പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. പെണ്ണിനെ അറിയുക, നിങ്ങൾക്കറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ്. അപ്പോൾ പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു.
അപ്പം പറഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി സഹവസിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ്. അവൾ നല്ലോണം മദ്യപിക്കണതാണ്, കൊള്ളിയല്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. വെറുതെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ്. ഫ്രാങ്ക്ലിൻ പറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആര് കൊന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേർ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല ഇത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അതും കേട്ടിട്ട് ഞാൻ പോരുകയും ചെയ്തു. പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി. വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ശശികല നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം 2013 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. കടക്കരപ്പള്ളി സ്വദേശിനിയാണ് ബിന്ദു പത്മനാഭൻ. കോടികളുടെ സ്വത്ത് ബിന്ദു പത്മനാഭന്റെ പേരിൽ ഉണ്ടായിരുന്നു, നിരവധി വസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ ബന്ധുക്കളുമായി അകന്നു കഴിയുകയായിരുന്നു ബിന്ദു പത്മനാഭൻ. അവരുടെ സഹോദരനൊക്കെ വിദേശ രാജ്യത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിന്ദു പത്മനാഭന്റെ തിരോധാനം സംഭവിക്കുന്ന സമയത്ത് ബന്ധുക്കൾ ഇത് തിരിച്ചറിയുന്നില്ല. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു പരാതിയായി പോലീസിന് മുന്നിൽ എത്തുന്നത് പോലും. അത്രയും നാൾ ബിന്ദു പത്മനാഭനെ കുറിച്ച് വിവരമില്ലായിരുന്നു. പിന്നീട് 2017 സഹോദരൻ പരാതി നൽകുന്നത്. അവർ വിദേശത്തായിരുന്നു. അവർ ഈ തിരോധാനത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം പരാതി നൽകുന്നു, പോലീസ് അന്വേഷിക്കുന്നു, യാതൊരു തുമ്പും കിട്ടുന്നില്ല. അതായിരുന്നു ബിന്ദു പത്മനാഭന്റെ കേസിൽ സംഭവിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ ഉൾപ്പെടെയുള്ള തിരോധാനങ്ങൾ വന്നപ്പോഴാണ് വീണ്ടും ബിന്ദു പത്മനാഭന്റെ സംഭവം, തിരോധാനം മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 വലിയ അന്വേഷണങ്ങൾ തന്നെ നടത്തുന്നത്. ഓരോരോ തെളിവുകളായി പുറത്തു വരികയാണ്. നേരത്തെ നമ്മൾ റോസമ്മയെ കണ്ടു. ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ റോസമ്മയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അന്വേഷണ സംഘം പിന്നീട് റോസമ്മയെ കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2013 ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിലും നിർണായക വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 പ്രേക്ഷകർ കാണുകയാണ്. അന്വേഷണ സംഘം ശശികലയെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാം. അപ്പോൾ ബിന്ദു പത്മനാഭന്റേത് ഇത്രയും നാൾ തിരോധാനമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് കൊലപാതകമെന്ന് തെളിയുകയാണ്. കാരണം അവർ തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുന്നത് നമുക്ക് ആ ശബ്ദ സംഭാഷണങ്ങളിൽ നിന്ന് കേൾക്കാം. മറ്റൊന്ന്, ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. 2024 കാണാതായ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൂടി വന്ന ദിവസമാണ് ഇന്ന്. ജൈനമ്മയുടെ രക്തക്കറയാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അന്വേഷണ സംഘം. അത് ജൈനമ്മയുടേതാണ് എന്ന സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാള് ജൈനമ്മയുടേത് ഒരു തിരോധാന കേസായിരുന്നു എങ്കിൽ ഇനി അത് കൊലപാതക കേസായി മാറുകയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറയാണ് ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. DNA പരിശോധന കൂടി നടക്കാനുണ്ട്. DNA പരിശോധനയുടെ ഫലം കൂടി പോസിറ്റീവാണ് എങ്കിൽ ഈ കേസ് വളരെ നിർണായകമായ മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. സെബാസ്റ്റ്യന്റെ പങ്ക് പൂർണ്ണമായും വ്യക്തമാകും. ജൈനമ്മയുടേത് കൊലപാതകമെന്നതും വ്യക്തമാകും. നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 2 വിഭജനത്തിലെ പോര് നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടു. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്നത് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശമായിരുന്നു. എല്ലാ VC-മാർക്കും അത്തരമൊരു സർക്കുലർ ചാൻസലർ അയച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നത് അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാൻസലർ നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ സംസ്ഥാനത്തെ ഭൂരിഭാഗം സർവകലാശാലകളിലും കോളേജുകളിലും അത്തരമൊരു ദിനാചരണം നടന്നിട്ടില്ല. ആ നിർദ്ദേശം ഭൂരിപക്ഷം സർവകലാശാലകളും തള്ളിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. കാസർകോട്ടെ 3 കോളേജുകളിൽ ഇന്ന് ഈ ദിനാചരണത്തിനുള്ള നീക്കം ABVPയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അവിടെ മാത്രമാണ് അത് സാധ്യമായത്. പക്ഷേ കനത്ത പ്രതിഷേധം നേരിടേണ്ടുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. മറ്റെല്ലായിടത്തും ഈ നിർദ്ദേശം തള്ളിക്കളയുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് ഈ വിഭജന ഭീതി ദിനമെന്ന് നോക്കിയാൽ 2021 പ്രധാനമന്ത്രിയാണ് ആദ്യം ഇത്തരമൊരു ദിനം ആചരിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ആഹ്വാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിഭജനത്തിന്റെ വേദന ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും ബുദ്ധിശൂന്യമായ വെറുപ്പും അക്രമവും കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ് ആ സംഭവമെന്നും പ്രധാനമന്ത്രി മോദി അന്ന് പറയുന്നു.
ആ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മയ്ക്കായി ഇനി മുതൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം കൂടി അദ്ദേഹം നൽകുന്നു. അതിനെ തുടർന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ദിനം ആചരിച്ചു വരികയാണ്. പക്ഷേ കേരളം അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയായിരുന്നു. ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്ന ഒരു നിർദ്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ സർക്കുലറായി തന്നെ വൈസ് ചാൻസലർമാർക്ക് നൽകുന്നത്. ഈ ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ആ പരിപാടികൾ എന്തൊക്കെയാണ് എന്നത് രാജ്ഭവനെ അറിയിക്കണമെന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്. ഈ ഗവർണറുടെ നിർദ്ദേശം വരുമ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. ഈ ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ല എന്നതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രംഗത്തു വന്നു. മതധ്രുവീകരണത്തിനും സാമൂഹിക സ്പർദ്ധയ്ക്കും വഴിവെക്കും എന്നതായിരുന്നു മന്ത്രി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം. വർഗീയത പരത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള ദിനാചരണം അതുകൊണ്ട് തന്നെ തടയുമെന്ന് SFIയും KSUവും വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു കേന്ദ്ര സർവകലാശാലയിൽ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ക്യാമ്പസിലെ ABVPയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കാനുള്ള നീക്കം നടന്നത്. തുടർന്ന് അത് തടയാനുള്ള ശ്രമങ്ങളുണ്ടായി. കാസർഗോഡ് സർക്കാർ കോളേജിലെ ദിനാചരണത്തിനെതിരെ SFIയും ഒപ്പം തന്നെ MSFും രംഗത്ത് വരികയും പ്രതിഷേധം ഉടലെടുക്കുകയും ചെയ്തു. ഇത് നേരിയ സംഘർഷത്തിനും അവിടെ വഴിവെച്ചു. അതിന്റെയൊക്കെ ഫലമായി കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ മുറിച്ച് സംസ്ഥാനത്ത് ABVPക്ക് സ്വാധീനമുള്ള കോളേജുകളിലാണ് ഇന്ന് ഈ ദിനാചരണം നടന്നത്. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം കോളേജ് ക്യാമ്പസിന് പുറത്തും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അവിടെ ABVPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്നിവിടെ ചോദിക്കാൻ ABVP തയ്യാറാവുകയാണ്. ഇന്നലെയും ഇന്നും നമ്മളെ ദ്രോഹിച്ച നമ്മളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാവരും വിഭജനത്തിൽ നമ്മളെ ദ്രോഹിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലകൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത്, VCമാർക്ക് നിർദ്ദേശം നൽകുന്നത്. അവർ ഈ നിർദ്ദേശം രജിസ്ട്രാർക്ക് കൈമാറുകയും നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. എന്നാൽ പതിവ് പോലെ തന്നെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം കോളേജുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രവുമല്ല, വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇത് വിഭജനത്തിന്റെ ഭീതി പരത്തുന്നതാണ്, ആ രീതിയിൽ വിഭജനമാണ് ഇതിന്റെ അജണ്ട എന്നതൊക്കെ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരികയും ബഹുഭൂരിപക്ഷം കോളേജുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ഉണ്ടായത്. നമുക്കറിയാം, കോതമംഗലത്തെ 23 വയസ്സുകാരിയുടെ മരണം വലിയ ആഘാതം ഉണ്ടാക്കിയ ഒരു മരണമാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും മതം മാറാൻ താൻ പ്രണയിച്ചിരുന്ന യുവാവും കുടുംബവും നിർബന്ധിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടുകയും ചെയ്തുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ആത്മഹത്യ ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണത്തിനുള്ള ആവശ്യം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. നേരത്തെ തന്നെ പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും ഇത് NIA അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അവർ മുഖ്യമന്ത്രിക്കും DGPക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സിറോ മലബാർ സഭ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. കേസിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാത്ത പോലീസ് നടപടിയെ അവർ കുറ്റപ്പെടുത്തുന്നുമുണ്ട്, വിമർശിക്കുന്നുമുണ്ട്. നേരത്തെ കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നൊരാവശ്യം കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. അമ്മയുടെ ഒപ്പം തന്നെ സഹോദരന്റെ
കുടുംബത്തിന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ഇപ്പോൾ സിറോ മലബാർ സഭ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് അവർ പറയുന്നു. നമ്മളോട് പ്രതികരിച്ചത് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിലാണ് ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. എന്തായാലും കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. മാത്രവുമല്ല, ഇത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നതാണ് സിറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടുന്നത്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. അതിനകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പവളാനി പിതാവ് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു നന്ദി പറഞ്ഞു. അപ്പോ ഈ കേസ് തീവ്രവാദ ബന്ധമുള്ളതാണ്. പാനായിക്കുളം എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ യുവാവിന്റെ വീട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്തതാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ അന്വേഷിക്കണമെന്നൊരാവശ്യം സിറോ മലബാർ സഭ പറയുന്നു. മാത്രവുമല്ല, ഇത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഉള്ള ഇലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര ബന്ധങ്ങളുണ്ട്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകത അതുകൊണ്ട് തന്നെ കൂടുന്നു എന്നതാണ് പറയുന്നത്. ഒപ്പം സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളെ വിമർശിക്കുന്നു. വളരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഇതിൽ പ്രതികരിച്ചത് പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ സംഭവം എന്നതാണ്. ഈ കത്ത് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് അതീവ ഗൗരവമുള്ളതാണ്. ആ ഗൗരവത്തിൽ തന്നെ ഈ കാര്യം ചർച്ച ചെയ്യണം, ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് എന്നതും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ഈ പെൺകുട്ടി ജാക്കോബായ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ യാക്കോബായ വിഭാഗത്തിലാണ് ഈ പെൺകുട്ടി ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നൊരു പ്രതികരണം വരികയാണ് ഇന്ന് സഭയുടെ ഭാഗത്തു നിന്നും. യാക്കോബായ സഭ സിനഡ് സെക്രട്ടറി തോമസ് മാർ തിമിത്തിയോസ് ആണ് ഇക്കാര്യം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. സംഭവം നിർഭാഗ്യകരമാണ്, പക്ഷേ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ NIA അന്വേഷിക്കണം എന്ന കാര്യത്തെക്കുറിച്ചൊന്നും യാക്കോബായ സഭയ്ക്ക് ഈ ഒരു നിലപാടില്ല. മാത്രവുമല്ല, ഈ പെൺകുട്ടി ആ വിഭാഗത്തിലേതാണ് എന്നത് അറിയുന്നതേ ഉള്ളൂ. കൂടുതൽ പ്രതികരണത്തിനില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇപ്പോഴാണ് മനസ്സിലാക്കിയത് യാക്കോബായ പെൺകുട്ടിയാണെന്നുള്ളത്. അവരുടെ എനിക്ക് അറിയത്തില്ല. ഏതായാലും ഈ കാര്യങ്ങൾ വളരെ നിർഭാഗ്യമാണ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. ഇതെല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. അതെല്ലാം ഞാൻ പറയുന്നില്ല. കാരണം അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ അന്വേഷണം എങ്ങനെയെന്ന് നോക്കിയാൽ പ്രത്യേക അന്വേഷണ സംഘമാണ്, മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ, ഈ യുവാവിന്റെ മാതാപിതാക്കളൊക്കെ ഇപ്പോൾ ഒളിവിലാണ്. അവരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്, പക്ഷേ അവർ ഒളിവിലാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. മാത്രവുമല്ല, ഈ റമീസിന്റെ കസ്റ്റഡിക്കായുള്ള അപേക്ഷ പോലീസ് നീക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ റമീസിനെ കസ്റ്റഡിയിൽ കിട്ടുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും അന്വേഷണ സംഘം കരുതുന്നു. ഇതിൽ ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നത് സത്യമാണ്. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നും ഇവിടുത്തെ മതം മാറ്റം കാണുന്നില്ല, ആ ഗുരുതരമായ ആരോപണം കാണുന്നില്ല, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ വിവാദങ്ങൾ കത്തുമ്പോൾ, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയും ഈ വീട് സന്ദർശിക്കുകയും സോനയുടെ കുടുംബ അംഗങ്ങളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്നതുകൂടി ഒരു വസ്തുതയാണ്. ഇന്ന് PK ശ്രീമതി
ആ വീട് സന്ദർശിക്കുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന ഉറപ്പൊക്കെ ബന്ധുക്കൾക്ക് നൽകുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നും പക്ഷേ സർക്കാരിനെതിരെ വലിയ ഗുരുതരമായ ആരോപണമാണുള്ളത്. ഇതിൽ മറച്ചുവെക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. ബോധപൂർവമായുള്ള ശ്രമം ഈ ആത്മഹത്യാ കേസിനെ മറച്ചുവെക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമുണ്ട് എന്ന സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു കുറ്റപ്പെടുത്തൽ വരുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട വിഷയമായി ഇത് മാറുകയാണ്. കാരണം രാഷ്ട്രീയം കൂടി ഇടചേരുന്നു ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നത് നമുക്കറിയാം. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയാണ്. അതിൽ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. മാത്രവുമല്ല ആത്മഹത്യാക്കുറിപ്പിലും അത്തരം ചില പരാമർശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള പ്രണയബന്ധങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയമോ മതപരവുമായ ഒന്നും മിസ്യൂസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഇടപെടലുകൾ അത് ഉറപ്പുവരുത്തുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള മുതലെടുപ്പുകൾക്ക് നിന്നുകൊടുക്കാതെ എന്ത് സംഭവിച്ചു എന്നത് വെളിച്ചത്ത് വരണം. കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ മാത്രമേ ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ കഴിയൂ. ട്രംപിൽ മെരുങ്ങുമോ പുടിൻ എന്ന് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ കണ്ണുകളും അലാസ്കയിലേക്കാണ്. അവിടെ നിർണായകമായ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരുപാട് നാശനഷ്ടം, ജീവൻ അപായപ്പെടുത്തലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല ആ യുദ്ധത്തിന്റെ പേരിൽ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് വിപണിയെയും അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലാസ്കയിൽ ഒരു നിർണായക ചർച്ച നടക്കുമ്പോൾ അതിനെ ഉറ്റുനോക്കാൻ ഓരോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് പല കാരണങ്ങൾ ഉണ്ട് എന്നത് സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും ആ ചർച്ച നാളെ നടക്കാൻ പോകുമ്പോൾ ഈ ചർച്ചകളുടെ ഫലമായി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ? അതാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിപണി സാഹചര്യങ്ങൾ മാറുമോ? റഷ്യയുടെ മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ മാറുമോ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയിട്ടുള്ള ശിക്ഷാ തീരുവ ഒഴിയുമോ? അങ്ങനെ അലാസ്കയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഇതിൽ ഈ യുദ്ധം അവസാനിക്കുമോ എന്നത് തന്നെയാണ്. കാരണം ഏതാണ്ട് 1267 ദിവസമായിരിക്കുന്നു ഈ യുദ്ധം തുടങ്ങിയിട്ട്. ഇരുപക്ഷത്തും നാശനഷ്ടങ്ങളുടെ കണക്ക് മാത്രം ഉള്ള ഒരു യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധം അവസാനിക്കുമോ എന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യുക്രൈനുമായുള്ള യുദ്ധം നാളെ അവസാനിപ്പിക്കണം എന്ന ഒരു അന്ത്യശാസനമാണ് ഈ ചർച്ചയ്ക്ക് മുൻപ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുകയാണ്. ഉച്ചകോടി തുടങ്ങാൻ ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ട്രംപ് ഇത്തരമൊരു ഭീഷണി കലർന്ന സ്വരത്തിൽ സംസാരിക്കുന്നത്, ഒരു അന്ത്യശാസന സ്വരത്തിൽ സംസാരിക്കുന്നത്. If the first one goes okay, we'll have a quick second one. I would like to do it almost immediately, and we'll have a quick second meeting between President Putin and President Zelensky and myself if they'd like to have me there. And that would be a meeting where maybe it could be absolutely work. But the first meeting will not work that out. Certain great things can be gained in the first. It's going to be a very important meeting. But it's setting the table for the second meeting. I think the second meeting, if the second meeting takes place, now there may be no second meeting, because if I feel that it's not appropriate to have it because I didn't get the answers that we have to have, then we're not going to have a second meeting. ഒരു അന്ത്യശാസനം എന്ന ട്രംപിന്റെ വാക്കുകളെ പറയാം. പക്ഷേ എന്താണ് പ്രതികാര നടപടികൾ ഉണ്ടാവുക എന്നത് ട്രംപ് വിശദീകരിക്കുന്നില്ല. സെലൻസ്കി ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ഓൺലൈൻ മീറ്റിംഗിന് ശേഷമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഈ നിർണായകമായ ഒരു ഭീഷണി കലർന്ന സ്വരത്തിലുള്ള ഒരു അന്ത്യശാസനം വരുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. പക്ഷേ ഈ ഓൺലൈൻ മീറ്റിംഗ് വളരെ സൗഹാർദ്ദപരമായിരുന്നു. താൻ ഫുൾ മാർക്ക് നൽകും ഈ ഓൺലൈൻ മീറ്റിംഗിന് എന്നതാണ് ട്രംപ് അതിനുശേഷം പറഞ്ഞത്. നമുക്കിനി അറിയേണ്ടത് പുടിൻ മെരുങ്ങുമോ ട്രംപിന് മുന്നിൽ എന്നതാണ്. അമേരിക്കയുടെ അന്ത്യശാസനം പല തവണ തള്ളിയിട്ടുണ്ട് പുടിൻ. അലാസ്കയിലും ട്രംപിന് മെരുങ്ങാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് കരുതുന്നത്.
ഉച്ചകോടിയിൽ നിരുപാധിക വെട്ടിനിർത്തലിന് വ്ളാഡിമിർ പുടിൻ വഴങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ തന്നെ ചുരുക്കമാണ്. എങ്കിലും നീണ്ട ഹോംവർക്കിനൊടുവിലാണ് ഈ മീറ്റിംഗ് അവിടെ നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇതിനു മുൻപ് മോസ്കോയിലേക്ക് ഏതാണ്ട് 5 തവണ ചെന്നിട്ടുണ്ട്. അങ്ങനെ ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു ഉച്ചകോടി ആയതുകൊണ്ട് തന്നെ അല്പ പ്രതീക്ഷ ഇതിന് നൽകുന്നുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരം നടന്ന കൂടിക്കാഴ്ചയിൽ പുടിനുമായി ചർച്ച നടത്തിയത് ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടുപോയിരുന്നു. യുക്രൈനിലെ വിവിധ പ്രവിശ്യകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചയാണ് അതിൽ നടന്നത്. യുക്രൈൻ എന്ന രാജ്യത്തിന്റെ 19% ഭൂപ്രദേശം ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലാണ്. ലുഹാൻസ്കും ഡൊണാസ്കും കടന്ന് കൂടുതൽ പ്രദേശങ്ങൾ അധീനതയിലാക്കുക എന്നതാണ് റഷ്യയുടെ ആഗ്രഹം. ഡോൺബാസിൽ 1 ഇഞ്ച് വിട്ടു നൽകില്ല എന്ന വാശിയിൽ സെലൻസ്കിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു സമാധാന ഫോർമുല എത്രത്തോളം ഫലം കാണുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. ട്രംപ് ഉണ്ടെങ്കിൽ പോലും പുടിനും സെലൻസ്കിയും അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ട്രംപുമായി നടന്ന ഓൺലൈൻ യോഗത്തിൽ പുടിനെതിരെ സെലൻസ്കി അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. യുക്രൈനിലെ എല്ലാ മേഖലകൾക്കും മീതെയും സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ അത് നടത്തിക്കൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പോംവഴികളും ഉണ്ടാകില്ല എന്നതാണ് സെലൻസ്കിയും നൽകുന്ന സന്ദേശം. അപ്പോൾ 10,000 മരിച്ചു വീണ ശേഷം യുക്രൈനിൽ ഒരു നാറ്റോ മോഹം ഉപേക്ഷിക്കാൻ സെലൻസ്കി തയ്യാറാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച അലാസ്കയിൽ നടക്കുന്ന ചർച്ചകൾ നല്ല ഫലങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അത് വലിയ തിരിച്ചടി, ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് തന്നെ നമുക്ക് പറയാം. US ഇന്ത്യക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്ന ഒരു ഭീഷണി കൂടി ആ ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ വീണ്ടും നമുക്കറിയാം ഇപ്പോൾ തീരുവയുണ്ട്, അധിക തീരുവയുണ്ട്, അതിനും മുകളിൽ വീണ്ടും ഒരു തീരുവ മുഴക്കും എന്ന ഒരു ഭീഷണിയൊക്കെ വൈറ്റ് ഹൗസ് ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൂടി നമ്മൾ ഈ അവസാന മണിക്കൂറുകളിൽ കാണണം. അപ്പോൾ ചർച്ച നടക്കുന്നത് ട്രംപും പുടിനും സെലൻസ്കിയും ഒക്കെ ആയിട്ടാണ് എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യ. കാരണം അവിടെ ഒരു മഞ്ഞുരുകൽ ഉണ്ടാവുകയാണെങ്കിൽ, സമവായത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ഇന്ത്യക്കും അത് ആശ്വസിക്കാവുന്ന മുഹൂർത്തം തന്നെയാകും. കാരണം യുദ്ധം അവസാനിക്കുന്നു, റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം നീങ്ങുന്നു, അത് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള പിഴത്തീരുവ മാറുന്നതിനുള്ള വഴിവെക്കും. പിന്നീട് വാണിജ്യ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന്, അമേരിക്കയുമായി കരാറിൽ ഉൾപ്പെടെ നീങ്ങുന്നതിന് അത് സാഹചര്യമൊരുക്കും. അപ്പോൾ നമ്മുടെ സമ്പദ് മേഖലയുമായി ബന്ധപ്പെട്ട്, വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയ്ക്കൊക്കെ ഒരു പരിഹാരമാകും എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അലാസ്കയിലേക്ക് ഇന്ത്യയും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ചിത്രമാണ്. ഇന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നതിന്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് രജനീകാന്ത് ഫാൻസ്. എന്തായാലും ചിത്രം വന്നിരിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. 1000 കോടി ക്ലബിൽ ഈ സിനിമ കയറുമോ എന്നുള്ള പ്രതീക്ഷയാണ് ആരാധകരെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ വലിയ വരവേൽപ്പാണ് ഈ ചിത്രത്തിന് ആദ്യ മണിക്കൂറുകളിൽ കിട്ടിയത്. നമുക്ക് ആ തിയേറ്റർ ആംബിയൻസ് ഒന്ന് കേൾക്കാം. ഈ ചിത്രം വന്നത് വീണ്ടും സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. നമ്മൾ ഇനി പോകുന്നു വാർത്തകളുടെ പിന്നാമ്പുറങ്ങൾ തേടി. എന്നിട്ടെന്തായില്ലേ, കേരളത്തെ പിടിച്ചു കുലുക്കിയ മഹാമാരിയാണ് നിപ്പ. നമുക്കറിയാം, ഹൈ മോർട്ടാലിറ്റി റേറ്റുള്ള വൈറസ്. കേരളത്തെ പലവട്ടം നിപ്പ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം കീഴടങ്ങിയിട്ടില്ല. ഓരോ തവണയും കേരളത്തിന്റെ ആരോഗ്യ മേഖല ശക്തിയുക്തം അതിനെ എതിർത്ത് തോൽപ്പിച്ചതിന്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ നിപ്പയ്ക്ക് ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടിയുണ്ട് നമുക്ക്. കോഴിക്കോട്ട് നഴ്സായി ജോലി ചെയ്യവേ നിപ്പ ബാധിതനായ ഒരു കർണാടക സ്വദേശിയായ ടിറ്റോ തോമസ് നിപ്പയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. നമുക്കറിയാം, പലപ്പോഴും വാർത്തകളിലൂടെയൊക്കെ ടിറ്റോയെ സംബന്ധിച്ചുള്ള, നിപ്പ ബാധിതനായ ടിറ്റോയെ സംബന്ധിച്ചുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ സർക്കാർ ഒരു ധനസഹായം
ആ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിക്ക് നൽകി. അത് അവർക്ക് വലിയ ആശ്വാസം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ടിറ്റോയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ടിറ്റോയുടെ ഈ ദുരവസ്ഥ അത് പല റിപ്പോർട്ടുകളായി നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും ടിറ്റോയെ ഇതുവരെ പുറത്താരും കണ്ടിട്ടില്ല. ടിറ്റോയുടെ മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതിലേക്ക് കടന്നു ചെല്ലുകയാണ് ന്യൂസ് 18 ഇന്ന്. ആദ്യം ടിറ്റോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ആ റിപ്പോർട്ട് കാണാം. 2018 അന്ന് വരെ കേരളത്തിന് പരിചിതമല്ലാത്ത നിപ എന്ന മഹാമാരി നാടിനെ നിശ്ചലമാക്കിയത്. പേരമ്പ്ര സ്വദേശിയായ മുഹമ്മദ് സാലിഹും സഹോദരനുമായിരുന്നു തിരിച്ചറിഞ്ഞ ആദ്യ കേസുകൾ. ഇരുവരും മരിച്ചതിനു പിന്നാലെ ആദ്യ തരംഗത്തിൽ മാത്രം 17 ജീവനുകൾ അപഹരിക്കപ്പെട്ടു. രോഗബാധിതരെ ശുശ്രൂഷിക്കുന്നതിനിടെ നിപ ബാധിച്ച് ജീവൻ നഷ്ടമായ നഴ്സ് ലീനി കണ്ണീരോർമ്മയാണ്. പിന്നീട് പല ഘട്ടങ്ങളിലായി നിപ രോഗബാധ അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. 2023 4ാം തരംഗത്തിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗികളിൽ ഒന്നിൽ നിന്നാണ് മംഗലാപുരം മർദാല സ്വദേശിയായ ടിറ്റോ തോമസിന് രോഗം ബാധിച്ചത്. നഴ്സിംഗ് പഠനത്തിന് ശേഷം 2023 ഏപ്രിൽ 23 ടിറ്റോ ജോലിയിൽ പ്രവേശിച്ചത്. ആഗസ്റ്റ് അവസാന വാരം അത്യാഹിത വിഭാഗത്തിലെ ജോലിക്കിടെ ടിറ്റോയ്ക്ക് നിപ സ്ഥിരീകരിച്ചു. ചികിത്സയ്ക്കൊടുവിൽ രോഗമുക്തി നേടി ക്വാറന്റൈൻ പൂർത്തിയാക്കി നവംബറിൽ വീട്ടിലെത്തിയ ടിറ്റോയ്ക്ക് കടുത്ത തലവേദനയും കഴുത്തുവേദനയും അനുഭവപ്പെട്ടിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് ഡിസംബറിൽ ജോലിയിൽ തിരികെ പ്രവേശിച്ച ടിറ്റോയ്ക്ക് ഡിസംബറിൽ തലവേദന ശക്തമായതോടെ നടത്തിയ പരിശോധനയിലാണ് ലേറ്റന്റ് എൻസിഫലൈറ്റിസ് ബാധ സ്ഥിരീകരിച്ചത്. ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ആരംഭിച്ചു. ചികിത്സ തുടരുന്നതിനിടെ ടിറ്റോ അബോധാവസ്ഥയിലാവുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിച്ചെങ്കിലും ടിറ്റോയുടെ ആരോഗ്യനിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ന്യൂസ് 18 കോഴിക്കോട്. കഴിഞ്ഞ 20 മാസവും 6 ദിവസവുമായി ഒരേ കിടപ്പിലാണ് ടിറ്റോ. ജീവനുണ്ട്, സ്വയം ശ്വസിക്കുന്നുണ്ട് എന്നതിനപ്പുറം ടിറ്റോ നിശ്ചലാവസ്ഥയിൽ തന്നെ എന്ന് പറയാം. ആ കുടുംബത്തിൻ്റെ ദൈന്യം അത്രമേൽ വലുതാണ്. ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ടിറ്റോ ജോലി തേടി പോയപ്പോൾ, ജോലി കിട്ടിയ സാഹചര്യത്തിലൊക്കെ. പക്ഷേ അത് വളരെ പെട്ടെന്ന് ആ ജീവിതത്തിൻ്റെ, ആ കുടുംബത്തിൻ്റെ തന്നെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ടിറ്റോയ്ക്ക് കൂടുതൽ വിദഗ്ധമായ ചികിത്സയും മറ്റും കുടുംബത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അവിടേക്കാണ് കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഒരു വലിയ കൈത്താങ്ങ് എത്തിയത്. 17 ലക്ഷം രൂപയാണ് ധനസഹായമായി പ്രഖ്യാപിച്ചിരുന്നത് സർക്കാർ. അത് കഴിഞ്ഞ ദിവസം ആ കുടുംബത്തിന് കിട്ടി. അതൊരു വലിയ പ്രതീക്ഷയാണ് ആ കുടുംബത്തിന്. ടിറ്റോ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന പ്രതീക്ഷകളുമായി കഴിയുകയാണ് കുടുംബം. ആ കുടുംബത്തെ കാണുന്നു ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ, ഒപ്പം ടിറ്റോയെ. നിപ ബാധിച്ച് രോഗമുക്തനായി ജോലിയിൽ തിരികെ പ്രവേശിച്ച ശേഷം പൂർണ്ണ ആരോഗ്യവാനായി കുടുംബം ടിറ്റോയെ കണ്ടിട്ടില്ല. ആഴ്ചകളോളം വെന്റിലേറ്ററിൽ, മാസങ്ങളായി തീവ്രപരിചരണ വിഭാഗത്തിൽ. 20 മാസം നീണ്ട ചികിത്സയിൽ സ്വന്തമായി ശ്വസനം നടത്താൻ കഴിയുമെന്നതാണ് ഏക പുരോഗതി. ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകുന്നു. കണ്ണുകൾ തുറന്ന് എല്ലാവരെയും നോക്കുമെങ്കിലും തങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലും മാതാപിതാക്കൾക്ക് അറിയില്ല. ഇത്ര 20 മാസമായില്ലേ. ആദ്യത്തെ കുഞ്ഞു കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി. അല്ല, ഇനി മുമ്പോട്ട് അവൻ എഴുന്നേക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങൾ മാത്രമല്ല ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൊണ്ട് ഇത്ര ആയത്. ഇനി മുമ്പോട്ട് അത് ശരിയാകുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമാണ്. അങ്ങനെ കടന്നവർ ഒത്തിരി പേരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അത്ഭുതം പ്രവർത്തിക്കും. ആ ഒരു വിശ്വാസത്തോട് ഞങ്ങൾ ഇതുവരെ ആയിരിക്കുന്നു. അല്ല, കണ്ണ് തുറക്കും, തുറന്ന് നമ്മളെ നോക്കും. അത്ര മനസ്സിലാകുന്നതുകൊണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് മനസ്സിലാകത്തില്ല. ചുറുക്കായിരുന്നു, ഭയങ്കര. ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ച് നല്ല എല്ലാം കൊണ്ട് ഭയങ്കര ഇമ്പ്രൂവ് ഉള്ള കൊച്ചായിരുന്നു. പഠിത്തത്തിന് 10ൽ നല്ല മാർക്കായിരുന്നു. സെക്കൻഡ് PC അതിലും നല്ല മാർക്ക്. നേഴ്സിംഗ് 4 വർഷം പഠിച്ചു. അതിലെല്ലാം ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ 6 മാസമേ ഉള്ളൂ. ഇവിടെ അറിയാൻ മേലാത്തവരാരുമില്ല, എല്ലാവർക്കും അറിയാവനെ. ടിറ്റോയ്ക്ക് രോഗം ബാധിച്ച ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സ തുടരുന്നത്. ആശുപത്രി ചികിത്സാ ചിലവുകളും വഹിക്കുന്നു. സർക്കാർ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളൊന്നും പിന്നീടുണ്ടായില്ല. അമ്മ ഏലിയമ്മ
പൂർണ്ണസമയം ടിറ്റോയ്ക്കൊപ്പമുണ്ട്. സഹോദരൻ ഷിജോ തോമസ് 1.5 വർഷത്തോളം ജോലി ഉപേക്ഷിച്ച് അനുജനെ പരിചരിക്കാൻ ആശുപത്രിയിൽ തങ്ങി. ടാപ്പിംഗ് തൊഴിലാളിയായ TC തോമസ് ഏറെ ബുദ്ധിമുട്ടിയാണ് 2 മക്കളുടെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കടുത്ത സാമ്പത്തിക പരിമിതികൾക്കൊപ്പം അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം കുടുംബത്തിന്റെ സ്ഥിതിയും വഷളാക്കി. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിലും പണം തന്നെയാണ് പ്രധാന തടസ്സം. സർക്കാരിൽ നിന്ന് 17 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങളുടെ ചികിത്സയ്ക്ക് പോലും ഈ പണം തികയില്ല. കുഞ്ഞിൻ്റെ ചെലവ് എത്രയെന്ന് അവർക്ക് അത് ഹോസ്പിറ്റലുകാർക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും അവരുടെ ഒരു കണക്ക് പുറകെ ഞങ്ങൾ ഒരു കുഞ്ഞ് സുഖമില്ലാതെ കിടന്നിട്ട് ഒരു 5 മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ സുഖമില്ലാതായി മെയ് മാസം ആകുമ്പോഴത്തേന് ഒരു 48 ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും ഉണ്ടല്ല. ഞങ്ങൾ അവരോട് ചോദിച്ചു, അപ്പോൾ കുഞ്ഞിന് ഇപ്പോൾ ഇത്രയും മുന്നോട്ട് എന്തെങ്കിലും ഒരു കുറേ ഇത് കഴിഞ്ഞാൽ ആയില്ല പൈസ ഇന്ന് കെട്ടണമെന്നും കാണാൻ പറഞ്ഞാലെന്നുള്ളൊരു വിഷമം ഞങ്ങളുടെ ഒരു മാനസികമായ ഒരു അപ്പൻ്റെ അമ്മയുടെയും അവൻ്റെ അമ്മാച്ചന്മാരുടെയും ഒരു ഇതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു. അന്നേരം പറഞ്ഞില്ല, ആ പൈസയുടെ കാര്യം ചോദിക്കുന്നത് കുഞ്ഞിൻ്റെ ജീവനാണെന്ന് പറഞ്ഞു. അങ്ങനെ കണക്ക് ഇപ്പോൾ അവർ പറഞ്ഞ് ഒരു 1.5 ലക്ഷം രൂപ 48 ലക്ഷം രൂപ സാധാരണ ഒരു കുഞ്ഞ് കടന്നിട്ട് ഒരു 5-6 മാസം ആയപ്പോൾ 48 ലക്ഷം. ഇപ്പം എത്രയായെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. ആരോഗ്യമന്ത്രിയെ കാണാൻ പോയായിരുന്നു, സംസാരിച്ചായിരുന്നു. അന്നേരം പറഞ്ഞ് എനിക്ക് ഒരു പരിധിയുണ്ട്, എങ്കിലും ഞാനും മന്ത്രിയോട് സംസാരിക്കാം, മിനിസ്റ്ററോടായിട്ട് സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് കുറച്ച് മാസങ്ങളായിരുന്നു. എന്നാലും അവരുടെ ആ സംസാരം അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് അവർ ചെയ്ത് അതൊരു ഞങ്ങൾക്ക് കിട്ടിയതൊരാശ്വാസമാണ്. ചികിത്സകൾക്കൊടുവിൽ മകനെ ആരോഗ്യവാനായി തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ. അവൻ എഴുന്നേൽക്കുന്ന ഒരു വിശ്വാസത്തോടെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിപ വൈറസ് ബാധ മസ്തിഷ്ക ജ്വരമായി മാറിയതാണ് തിരിച്ചടിയായത്. നിപ എൻസെഫലൈറ്റിസ് രോഗബാധിതനെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയും അപസ്മാരത്തിനും കോമയ്ക്കും കാരണമാവുകയും ചെയ്യും. ഈ അവസ്ഥയിലാണ് നിലവിൽ ടിറ്റോ ഉള്ളത്. സാധാരണ അവസ്ഥയിലേക്ക് എപ്പോൾ മടങ്ങിയെത്തും എന്ന് സംബന്ധിച്ച വ്യക്തത ഡോക്ടർമാർക്കുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. ആ ടിറ്റോ കണ്ണു തുറക്കുന്നു, തങ്ങളെയൊക്കെ കാണുന്നു എന്നതാണ് അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. അതിനപ്പുറം കുടുംബത്തിലെ ഏറ്റവും മിടുക്കനായിരുന്ന മകൻ 20 മാസമായി ഒരേ കിടപ്പ് കിടക്കുന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചികിത്സയ്ക്കായി ചിലവാകുന്ന ഭീമമായ തുകയുണ്ട്. പക്ഷേ ഇപ്പോൾ ആശുപത്രി അധികൃതർ അത് വഹിക്കുന്നത് ആശ്വാസമാണ്. സർക്കാരിൻ്റെ കൂടി ധനസഹായം കിട്ടിയതും ആശ്വാസമാണ്. ടിറ്റോയുടെ മടങ്ങിവരവിനായി നിരന്തര പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് ആ കുടുംബം നടക്കുന്നത്. നമുക്ക് ഇനി മറ്റു വാർത്തകൾ വളരെ പെട്ടെന്ന് നോക്കാം. നടൻ വിനായകനെതിരെ കേസെടുക്കാൻ വനിതാ കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനെതിരായ അസഭ്യവർഷത്തിലാണ് വനിതാ കമ്മീഷൻ ഇടപെട്ടത്. IT ആക്ട് 67, സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള നിയമം, BNS അപവാദ പ്രചരണം എന്നീ വകുപ്പുകളിലാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടി. വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. കോടതി നേരിട്ട് അന്വേഷിക്കും. KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് സുപ്രീംകോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സംസ്ഥാനവും ചാൻസലറായ ഗവർണറും പേരുകൾ കൈമാറാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പേരുകൾ തയ്യാറെന്ന് സംസ്ഥാനം ഇന്ന് സുപ്രീംകോടതിയെ അറിയിച്ചു. പട്ടിക അന്തിമമായില്ലെന്ന് ചാൻസലർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമൺ. വീണ്ടും കൊലവിളിയുമായി കൊടും കുറ്റവാളി ചെന്താമര. കുടുംബത്തെ നശിപ്പിച്ചവരെ ആരെയും വെറുതെ വിടില്ലെന്ന ആക്രോശം. സജിത വധക്കേസിൽ വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി കൊലവിളി നടത്തിയത്. ആരോഗ്യവകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആരോപണങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തള്ളി. ശസ്ത്രക്രിയ മുടങ്ങിയതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ഉപകരണക്ഷാമം അധികൃതരെ അറിയിച്ചിരുന്നതുമാണ് എന്ന് മറുപടിയിൽ പറയും. ഫേസ്ബുക്കിൽ കൊമ്പുകോർത്ത് സാന്ദ്ര തോമസും വിജയ് ബാബുവും. കോടതി വിധിക്ക് പിന്നാലെ വിജയ് ബാബു നായയുടെ ചിത്രം പങ്കുവച്ചുള്ള പോസ്റ്റിന് അതേ രീതിയിലുള്ള മറുപടിയാണ് സാന്ദ്രയും നൽകിയത്. പിന്നാലെ വിജയ് ബാബു മാനസിക രോഗിയെന്ന പരാമർശവുമായി സാന്ദ്ര രംഗത്ത് വന്നു. നടി മീനു മുനീർ പോലീസ് കസ്റ്റഡിയിൽ.
തമിഴ്നാട് പോലീസാണ് ആലുവയിൽ നിന്ന് മീനു മുനീറിനെ കസ്റ്റഡിയിലെടുത്തത്. ബന്ധുവായ യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. 2014 കേസിനാസ്പദമായ സംഭവം. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ബന്ധുവിനെ തമിഴ്നാട്ടിലെത്തിച്ച് സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ചെന്നാണ് പരാതി. ചെന്നൈ തിരുമംഗലം പോലീസാണ് കേസെടുത്തത്. ഇനി നമുക്ക് യാത്ര പോകാം സായന സവാരിയിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് വേൾഡ് എലഫന്റ് ഡേ കടന്നുപോയത്. അപ്പോൾ വേൾഡ് എലഫന്റ് ഡേയിൽ ഞങ്ങളുടെ പ്രതിനിധി അരുൺ നടത്തിയൊരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലെ കാഴ്ചകളാണ് നമുക്ക് അരുൺമോഹൻ കാണിച്ചു തരുന്നത്. ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രമാണ്. മാത്രമല്ല ഇവിടെ 15 ആനകളുണ്ട്. ആ 15 ആനകൾ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്ന കാഴ്ചകൾ കാണാം. അതിൽ 4 വയസ്സുള്ള ആരണ്യ മുതൽ 85 വയസ്സുള്ള സോമൻ എന്ന ആന വരെയുണ്ട്. അപ്പോൾ ആനപ്രേമികൾക്ക് പോകാൻ പറ്റിയ ഒരിടമാണ്. ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഉൾപ്പെടെ നിരവധി ആനപ്രേമികളെ നമ്മൾ കാണുന്നതാണ്. അവരൊക്കെ ഇങ്ങനെ ഉത്സവത്തിന് എഴുന്നള്ളുന്ന ആനകളുടെ മാത്രം ആരാധകരല്ലെങ്കിൽ അങ്ങനെയുള്ള ആനപ്രേമികൾക്കൊക്കെ ഇവിടെ എത്താം. രാജ്യത്തെ തന്നെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന എനിക്ക് പുറകിൽ കാണുന്ന ഈ സ്ഥാപനം. ദിനംപ്രതി 100 കണക്കിന് ആൾക്കാരാണ് ആനക്കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തുന്നത്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്കും കണ്ടറിയാം. ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്, ഓണക്കാലത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഏതൊരു അവധിക്കാലം. എന്താണ് ഇവരിങ്ങനെ ആകർഷിക്കാനുണ്ടായ കാരണം? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ഇന്ന് ആന നമുക്ക് എല്ലാവർക്കും കൗതുകമുള്ളൊരു ജീവിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യഥേഷ്ടം ആനകളെ കാണാം. പിന്നെ ഭയങ്കരമായിട്ടുള്ള ടെറൈനല്ല, ടഫായിട്ടുള്ള ടെറൈനല്ല, എല്ലാവർക്കും നടക്കാം. ഇനിയിപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വരാത്തക്ക രീതിയിലാണ് നമുക്കിപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാനാണെങ്കിലും എല്ലാം അതിനുള്ള സൗകര്യം. അതായത് ഏറ്റവും മുന്തിയ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇവിടുത്തെ പ്രവർത്തനങ്ങളും എല്ലാം ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഗൈഡും പാപ്പന്മാരും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു സുരക്ഷിതമായ അകലത്ത് നിന്നിട്ട് ആനയെ മതിയാവോളം ആസ്വദിക്കാം. ആനയെ കണ്ടായിരുന്നോ? കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ? ഏത് ആനയൊക്കെ കണ്ടേ? ആമിന, രാജ, പൂർണ്ണ, മായ തുടങ്ങിയ ആനയൊക്കെ കണ്ടായിരുന്നു. ഇനിയും വരണമെന്നുണ്ടോ? ഇനിയും വരുമോ നിങ്ങളിവിടെ? വളരെ കൗതുകകരവും കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷവും. ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ആനയെ കാണുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ വിസിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. അവരെ സ്കൂളിൽ ആബ്സെന്റ് ആയിരുന്ന കുട്ടികൾ പോലും ഇന്ന് ഇവിടെ വരുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്, വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിസിറ്റ് വന്നു, വളരെ നന്നായിരുന്നു. എന്താണ് ഇവിടുത്തെ ഏറ്റവും കൗതുകം? ഇവിടെ ആനയെ കിട്ടിയേക്കുന്ന ഒരു രീതി, പിന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു ഫോറസ്റ്റിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് കുട്ടികൾക്കും നമുക്കെല്ലാം ഒരു എൻജോയ്മെന്റ് തന്നെയാണ്. ഇപ്പം എല്ലാ ദിവസവും തിരക്കുണ്ട്. എന്നാലും അത്യാവശ്യം കൂടുതൽ തിരക്ക് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പം എല്ലാ ആൾക്കാരും വരുന്നു. ഇപ്പം ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരുടെ ഗ്രൂപ്പുകൾ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നു. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ? രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ ആനകളുടെ നടത്തമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആനകളുടെ കുളിക്കലുണ്ട്. കുളിക്കുന്ന സമയം ഒരു 9 മണി മുതൽ 10 മണി വരെയാണ്. അത് കഴിഞ്ഞിട്ട് 10 to 10:30 ഫീഡിംഗ് ആണ്. അപ്പോൾ കുളിക്കാൻ നമ്മുടെ നെയ്യാറിൻ്റെ റിസർവോയറിലാണ് ആനകളെ കുളിപ്പിക്കുന്നത്. ആ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ഈ കുളിപ്പിക്കൽ കാണാം. അത് കഴിഞ്ഞിട്ട്
ഭക്ഷണം കൊടുക്കാൻ നമുക്കൊരു കമ്മ്യൂണിറ്റി ഫീഡിങ് ഏരിയ ഉണ്ട്. ആ ഒരു ഫീഡിങ് ഏരിയയിൽ കൊണ്ടുവന്നിട്ടാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗാലറി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ഇരുന്ന് കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു. എങ്ങനെയാണ് ഇതിന് ആഹാരമൊക്കെ എന്തൊക്കെയാണ്? ആഹാരം അരി, പയർ, ഉരവ്, ഗോതമ്പ്, മുതിര ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി വേവിച്ച് ഉരുട്ടി ഉരുളയായിട്ട് പനയോലയൊന്നും കൊടുക്കില്ല. പുല്ലും ഈ പ്ലാവിൻ്റെ തോല് മാത്രമേ ഉള്ളൂ. പ്ലാവിൻ്റെ കുഴ. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ആൾക്കാരൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ കാണും ആൾക്കാർ വരുമ്പോഴേ, എൻ്റെ അടുത്ത് വന്നാൽ ചിലപ്പോൾ പ്രതികരിക്കും. അതുകൊണ്ട് മാറ്റി നിർത്തിയാണ് കാണിക്കുന്നത്. ആനയും പ്രകൃതിയും സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരിക്കലെങ്കിലും വരേണ്ട ഇടമാണ് കാപ്പുകാടിലെ ഈ ആനസങ്കേതം. അരുൺ മോഹൻ, ന്യൂസ് 18. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ആനക്കാഴ്ചകൾ പങ്കുവെച്ചത് ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹനാണ്. എന്തായാലും അരുൺ മോഹൻ തന്നെ പറയുന്നത് പോലെ ആനപ്രേമികൾ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ടുന്ന ഇടമാണ്. ആനകളിങ്ങനെ സ്വൈരവിഹാരം നടത്തുന്നത് നമുക്ക് കാണാം. നല്ല മതിവരുവോളം കാണാനുള്ള അവസരം കോട്ടൂരിൽ ലഭിക്കും എന്നതാണ് അരുൺ മോഹൻ്റെ അഷുറൻസ്. എന്തായാലും ആനപ്രേമികൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഇടമാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടത്. നമുക്കിനി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ കാണാം. നേരം വൈകുന്നേരത്തിൽ ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.